പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച ഉടുപ്പാണ് തയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് കഴുത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് ശരിയല്ലെങ്കിൽ ശരിയാക്കി എടുക്കണം. നമുക്കിങ്ങനെ ആക്കിയെടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ആവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്നും കൂടെ നമ്മൾ ഈ കൂർപ്പൊന്ന് കുറച്ച് കമ്മിയാക്കി എടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമ്മളിത് തയ്ച്ചെടുക്കുമ്പോൾ ഇതേപോലെ നീളത്തിൽ കിട്ടണം. തിരിച്ച് വെക്കരുത്. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്, ഇതുപോലെയാണ് കിട്ടുക. ഇതെങ്ങനെയല്ല വേണ്ടത്, തിരിച്ച് ഇതുപോലെയാണ് വേണ്ടത്. ഇതിപ്പോൾ ഈ ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി വെക്കാനുള്ളത് നമുക്ക് ഇതിങ്ങനെയാണ്, ഇതുപോലെയാണ് വെക്കേണ്ടത്. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ തുമ്പൊക്കെ വെട്ടിക്കളയണേ. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഇവിടെയും തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ തുന്നത്തുമ്പും അധികം നിൽക്കുന്നത് വെട്ടിക്കളയണേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പം നമ്മളിത് തയ്ച്ചെടുത്തോണം. ഇതിൻ്റെ ഒരു ഭാഗം ചെറുതാക്കി ഒന്ന് മടക്കി അടിക്കണേ. അപ്പം നമ്മളിതിൻ്റെ ഒരു ഭാഗം മടക്കി അടിച്ചോണം. ഇനി നമുക്കിതിൻ്റെ തോൾ ഭാഗം കൂട്ടി അടിക്കണം. നമുക്കിതിൻ്റെ തോൾ ഭാഗം കൂട്ടി തയ്ക്കണം. ഇപ്പുറത്തെ ഭാഗം കൂട്ടി തയ്ക്കണം. ഇപ്പം നമ്മൾ രണ്ട് ഭാഗവും തയ്ച്ചെടുത്തണം. ഇത് മറക്കുക. ഇനി നമുക്കിത് കഴുത്ത് തയ്ക്കുകയല്ലേ, നമ്മളിതിൻ്റെ രണ്ട് ഭാഗവും തയ്ച്ചിടണം. അപ്പോൾ ഇവിടെ എവിടെയും ഓപ്പൺ വെക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് മടക്കുക. ഒന്നിങ്ങനെ മടക്കുക, എന്നിട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ ആദ്യം, എന്നിട്ടിങ്ങനെ വട്ടത്തിലിങ്ങനെ തുന്നിയിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഇതുവരെ തുന്നിക്കൊടുന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തൊട്ടാണല്ലോ വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് തുന്നിയിട്ട് നമ്മൾ ഇതുവരെ എത്തിയാണ്. ഇനി ഒന്ന് ഇതിൻ്റെ മുകൾക്ക് കയറ്റി വെക്കണേ. ഇതിൻ്റെ മുകൾക്ക് കയറ്റി വെച്ചിട്ട് കുറച്ചിങ്ങോട്ട് ഇതാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇതുവരെ നമ്മൾ തുന്നി വന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നിർത്തേണ്ടത്. അപ്പോൾ അവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി 1 ഇഞ്ചും കൂടെ ഇപ്പുറത്തേക്ക് ഈ തുണി കൊണ്ടുവരണം. നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പം നമ്മളിത് തയ്ച്ചെടുത്തോളൂ. ഇനി നമ്മളിത് മടക്കി തയ്ക്കുകയാണ്. ഇത് നല്ല ഭാഗമാണ്. നമ്മൾ ക്രോസ് പീസ് ചീത്ത ഭാഗമാണ് വെച്ച് കൊടുത്തതിൻ്റെ മുകളിലേക്ക്. ഇനി നമ്മളിത് മടക്കി അടിക്കുകയാണ്. 1/4 ഇഞ്ച് തുന്നത്തുമ്പ് ഇട്ടിട്ടാണ് തുന്നേണ്ടത്. ഇനി നമ്മളിതിനെ ഇങ്ങനെ മറക്കുകയാണ്. മറച്ചിട്ട് ഇത് അതിനിങ്ങനെ ഉരുട്ടിയിട്ടാണ് തയ്ക്കുന്നത്. ഇത്ര വീതിയെ പാടുള്ളൂ. തുണിയിലേക്ക് തട്ടാൻ പാടില്ല തയ്ക്കുന്നത്. ഇതിൻ്റെ ഈ കുഴി കൂടെ വേണം തയ്ക്കാൻ. ഇത് കുറച്ചും കൂടെ ഇങ്ങനെ നീക്കി വെക്കണേ. ഇത്ര വീതി പാടുള്ളൂ. ഇതിൽ കൂടുതൽ വീതി വരാൻ പാടില്ല. അരഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ. തുന്നലിൽ തട്ടരുത്. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഇങ്ങനെയാണ് തയ്ക്കണത്. കുറച്ചും കൂടി നീക്കി വെക്കണേ. അപ്പോഴിതിൽ തുന്നലിൽ തട്ടുള്ളൂ. നമുക്ക് തയ്ച്ചെടുക്കാം. കഴുത്ത് നമ്മൾ തയ്ച്ചെടുത്തണം. അതേപോലെ തന്നെ നമ്മളിനി കൈ തയ്ച്ചെടുക്കണം. തുണിയുടെ നല്ല ഭാഗമാണ്, നമ്മൾ ഈ ചീത്ത ഭാഗമാണ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. തുന്നലിൽ തട്ടാതെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിങ്ങനെ ഉള്ളിലേക്ക് കഴുത്തിൻ്റെ അവിടെ മടക്കിയ പോലെ തന്നെ ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ അരികിന് അടി കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഭാഗം തയ്ച്ചെടുത്തോണം കൈയിൻ്റെ. ഇനി ഇപ്പുറത്തെ ഭാഗം ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. നമ്മൾ ഇപ്പുറത്തെ കൈക്കൂടിയും തയ്ച്ചെടുത്തു. നമുക്കിതിന് പാവാട വെക്കാം. ഇവിടെ നിന്ന് ഇതുവരെ ഞെറിയിട്ട് കൊടുക്കണം. ഇതിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. അല്ലാത്തവർ ഞെറി പിടിപ്പിച്ചതിന് ശേഷം ഇതിൽ വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മൾ ഞെറി വെച്ച് കൊടുത്തു. ഷിമ്മിക്കൊക്കെ ഞെറി വെക്കുന്ന അതേപോലെ തന്നെയാണ് വെക്കേണ്ടത്. തുന്നത്തുമ്പ് 1 ഇഞ്ച് വിട്ടിട്ട് തയ്ക്കണേ. ഇനി നമുക്കിതിൻ്റെ നാട തയ്ച്ചെടുക്കണം. അത് ഇങ്ങനെ 2 മടക്കാക്കിയിട്ട് തയ്ക്കുകയാണ്. നമ്മൾ നാട ഈ 2 മടക്കിൽ നാടങ്ങനെ 2 മടക്കാക്കിയിട്ട് 1/4 ഇഞ്ച് തുന്നത്തുമ്പിൽ തുന്നണേ. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചെരിച്ച് തയ്ക്കണേ. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തോണം. ഇത് കുറച്ചൊന്ന് വെട്ടിക്കളയാം. നമുക്കിവിടെ ഒന്ന് ഈ മുക്കിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മറിച്ചെടുക്കണേ. ഇതുപോലെ നമ്മൾ മറിച്ചെടുക്കണം. ഷേപ്പൊക്കെ നേരെ ഇങ്ങനെ കുത്തിയിട്ട് എടുക്കണം. അത് നമ്മൾ മറിച്ചെടുത്തണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിനായിട്ട് ഒരു അടി കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡിനായിട്ട് ഒരു അടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടുപ്പിൽ പിടിപ്പിക്കാം. ഉടുപ്പിൻ്റെ നമ്മൾ ഈ മുകളിലത്തെ പീസിലാണ് ഇത് പിടിപ്പിക്കേണ്ടത്. ഈ പാവാടയിലല്ല, മുകളിലത്തെ പീസിലാണ് ഇത് പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തും പിടിപ്പിക്കണം. നാടയുടെ ഈ ഭാഗമാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഭാഗത്ത് നാട വെച്ചു. ഒരു സൈഡ് കൂട്ടിയെടുക്കാം നമുക്ക്. നമ്മൾ 3/4 ഇഞ്ച് തുന്നൽത്തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ ഈ ഭാഗം തയ്ച്ചെടുത്തണം. അപ്പുറത്തെ ഭാഗം താഴെ ഞെറി വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് ഞെറി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഞെറി ഇട്ട് കൊടുത്തണം. വിട്ട് ഇട്ട് കൊടുത്താൽ മതി. അടുത്തടുത്ത് ഇടുമ്പോൾ ഒരുപാട് തുണി വേണ്ടി വരും. 110 ഇഞ്ച് നീളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൻ്റെ ഒരു സൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡും കൂടെ അടിക്കാം. 3/4 ഇഞ്ച് തുന്നത്തുമ്പ് ഇട്ട് കൊടുക്കണം. പുറത്തെ സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ച് തുന്നത്തുമ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ വരെ തയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാം. ആദ്യം ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കുക. പിന്നെ ഒന്നും കൂടെ അതേപോലെ തന്നെ മടക്കണം. അതിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ച്ചു. നമ്മുടെ ഉടുപ്പ് റെഡിയായിരുന്നു. ഞാനിത് കാണിച്ചു തരാം. ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഇന്നലെ തയ്ച്ച ഉടുപ്പാണ്. കറണ്ട് ഇല്ലാത്തത് കാരണം നമുക്ക് ഇന്നലെ ഇത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ നടുവിൽ വേണമെങ്കിൽ ഒരു പൂവ് വെച്ച് കൊടുക്കാം. ഷിമ്മിക്ക് ഞെറിയിട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിതിന് ഞെറിയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം.